ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ഇന്ന് ആർക്കും നിയമവിരുദ്ധ ലഹരി തൊട്ട് ആയുധങ്ങൾ, മനുഷ്യാവയവങ്ങൾ വരെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് വീട്ടുമുറ്റത്തേക്ക് എത്തിച്ചു തരുന്ന സർവീസുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഡാർക്ക് വെബ് വഴി സിന്തറ്റിക് ഡ്രഗ്സ് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതും അതെങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നതെന്നും ഞാൻ തിയററ്റിക്കലി പറഞ്ഞുതരാം. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടും കേട്ടും വരുന്ന ഭൂരിഭാഗം കുറ്റകൃത്യങ്ങളിലും സിന്തറ്റിക് ഡ്രഗ്സിന്റെ പ്രാധാന്യം ചെറുതല്ല. കോഴിക്കോട് പുതുപ്പാടിയിൽ ലഹരി മരുന്നിനടിമയായ മകൻ കിടപ്പ് രോഗിയായ മാതാവിനെ വെട്ടിക്കൊന്നു. മണർകാട് 4 വയസ്സുകാരൻ സ്കൂളിൽ നിന്ന് കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുടെ അംശമുണ്ടായിരുന്നതായി പരാതി. തിരുവനന്തപുരം വർക്കലയിൽ ലഹരി സംഘങ്ങളെ കുറിച്ച് പോലീസിന് വിവരം നൽകിയ വയോധികനെ വെട്ടിക്കൊന്നു. 2025 തൊട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രൈം റേറ്റിന്റെ വർധനവിൽ ലഹരിയുടെ സ്വാധീനം ചെറുതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൺപെൺ വ്യത്യാസമില്ലാതെ യുവാക്കളെ ടാർഗറ്റ് ചെയ്യുന്ന ഈ ഡ്രഗ് കാർട്ടൽസിന്റെ ഓപ്പറേഷൻ ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ, കോളേജ് ചുറ്റുപാടുകളിലും ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലും ഒതുങ്ങിയിരുന്ന ഇത്തരം ഡ്രഗ് ഡീലിംഗ്സ് ഇപ്പോൾ ഇതാ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ഇന്ന് ആർക്കും നിയമവിരുദ്ധ ലഹരി തൊട്ട് ആയുധങ്ങൾ, മനുഷ്യാവയവങ്ങൾ വരെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് വീട്ടുമുറ്റത്തേക്ക് എത്തിച്ചു തരുന്ന സർവീസുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക്, വാട്സാപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ ജനറൽ പബ്ലിക്കിന് ഇപ്പോൾ ഇന്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സർവീസും കിടക്കുന്നത് സർഫസ് വെബിലാണ്. എന്നാൽ ഈ സർഫസ് വെബിന് താഴെ ജനറൽ പബ്ലിക്കിൽ നിന്നും മറഞ്ഞിരിക്കുന്നതും അജ്ഞാതവുമായ ഇന്റർനെറ്റിന്റെ ഒരു പാർട്ടാണ് ഡാർക്ക് വെബ്. ഇന്റർനെറ്റ് ലോകത്തെ അധോലോകം എന്നാണ് ഡാർക്ക് വെബ് അറിയപ്പെടുന്നത്. 2023 ഒക്ടോബറിൽ 81.5 കോടി ഇന്ത്യക്കാരുടെ ആധാർ, പാസ്പോർട്ട് വിവരങ്ങൾ ഡാർക്ക് വെബിൽ $80,000 അതായത് 60 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വെച്ചതായി സൈബർ സെക്യൂരിറ്റി സ്ഥാപനം റീസെക്യൂരിറ്റി റിപ്പോർട്ട് ചെയ്തു. India's most extensive data breach, the personal information of 81.5 crore citizens is now allegedly available for sale on the dark web. ഇതുപോലുള്ള ഇല്ലീഗൽ ഡാറ്റാബേസ് തൊട്ട് പണം നൽകി കൊലപാതക, ബലാത്സംഗ വീഡിയോകൾ കാണാനുള്ള സേവനങ്ങൾ പോലും ഡാർക്ക് വെബിലുണ്ട്. നമ്മളൊന്നും ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ പോലുമില്ലാത്ത ഒരു സൈബർ അധോലോകം തന്നെയാണ് ഡാർക്ക് വെബ്. ഒരു സോഷ്യൽ മീഡിയ റീൽ എന്ന നിലയ്ക്ക് ഈ വീഡിയോയിൽ ഡാർക്ക് വെബിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്താൽ ഈ വീഡിയോ ഇന്റർനെറ്റ് സെൻസർ ചെയ്ത് എൻ്റെ അക്കൗണ്ട് തന്നെ നിരോധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഡാർക്ക് വെബിനെ കുറിച്ചും അതിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയുന്നതിൽ പരിധിയുണ്ട്. 2011 അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റായ റോസ് ഊൾബ്രിക് സിൽക്ക് റോഡ് എന്നൊരു ഇല്ലീഗൽ മാർക്കറ്റ് പ്ലേസ് ഡാർക്ക് വെബിൽ സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞ നിയമവിരുദ്ധ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇല്ലീഗൽ മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു സിൽക്ക് റോഡ്. എന്നാൽ 2013 FBI സിൽക്ക് റോഡിന്റെ വെബ്സൈറ്റും സെർവറുകളും പിടിച്ചെടുത്ത് പ്ലാറ്റ്ഫോം അടച്ചുപൂട്ടി. എന്നാൽ അന്നത്തെ സിൽക്ക് റോഡിന്റെ വിജയം ആൽഫാബേ, ഹാൻസ പോലുള്ള മറ്റ് ഡാർക്ക് വെബ് മാർക്കറ്റുകളുടെ സൃഷ്ടിക്ക് തന്നെ പ്രചോദനമായി എന്നാണ് സത്യം. ഇപ്പോഴും പല പേരുകളിലായിട്ട് ഡാർക്ക് വെബിൽ ഇത്തരം സേവനങ്ങൾ നൽകുന്ന മാർക്കറ്റ് പ്ലേസുകളുണ്ട്. ബിറ്റ്കോയിൻ, മൊണേറോ പോലുള്ള ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്തിട്ടാണ് ഡാർക്ക് വെബിലെ ഇത്തരം സേവനങ്ങൾ ലഭിക്കുന്നതിനായി പേയ്മെന്റ് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പേയ്മെന്റ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഇത് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ബാങ്ക് ത്രൂ പേയ്മെൻറ്റ്സ് എല്ലാം സെൻട്രലൈസ്ഡ് ആണ്. അതായത് ഇതൊക്കെ നിയന്ത്രിക്കാൻ അധികാരികളുണ്ട്. എന്നാൽ ക്രിപ്റ്റോ കറൻസി നിയന്ത്രിക്കാൻ അധികാരികളില്ല. അതുകൊണ്ട് തന്നെ ഇത് ട്രാക്ക് ചെയ്യാനും ട്രേസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. നമ്മൾ UPI ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതുമായ എല്ലാ പേയ്മെൻറ്റ്സും ട്രാൻസാക്ഷൻസും ബാങ്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ID വെരിഫൈ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന ഇത്തരം ബാങ്ക് അക്കൗണ്ട്സിലൂടെ നമ്മൾ എന്തെങ്കിലും ഇല്ലീഗൽ ട്രാൻസാക്ഷൻ നടത്തിയാൽ അതോറിറ്റീസിന് പെട്ടെന്ന് നമ്മൾ ഐഡൻറ്റിറ്റി കിട്ടും. എന്നാൽ ക്രിപ്റ്റോ കറൻസി ഡീസെൻട്രലൈസ്ഡ് ആണ്. അതായത് അതിനെ നിയന്ത്രിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ അത് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇൻ കേസ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് വഴി ക്രിമിനൽസ് ഈ ഒരു ക്രിപ്റ്റോ കറൻസീസ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എക്സ്ചേഞ്ചിൽ കൊടുത്തിട്ടുള്ള ID പ്രൂഫ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ബട്ട് കൂടുതൽ കേസുകളിലും ക്രിമിനൽസ് ഗവൺമെൻറ് ID ആൾമാറാട്ടം നടത്തിയും അതിഥി തൊഴിലാളികളുടെ പ്രൂഫ് ദുരുപയോഗം ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട്സ് ആയിരിക്കും. അപ്പോൾ ഇവരെ ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരിക്കലും അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഒരു കാലത്ത് ഡാർക്ക് വെബിലെ ഏറ്റവും വലിയ ഇല്ലീഗൽ മാർക്കറ്റ് പ്ലേസ് ആയ സിൽക്ക് റോഡിന്റെ ഫൗണ്ടർ റോസ് ഉൾബ്രിക്കിന്റെ അറസ്റ്റ്. അപ്പോൾ ഈ ഡാർക്ക് വെബ് യൂസ് ചെയ്ത് എന്തും ചെയ്യാം, ആരും ട്രാക്ക് ചെയ്യില്ല എന്നുള്ളതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. FBI പോലുള്ള ഇന്റർനാഷണൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ഒക്കെ 24 മണിക്കൂറും ഡാർക്ക് വെബ് മോണിറ്റർ ചെയ്യുന്നുണ്ട്.
ക്രിമിനൽസിനെ ട്രാക്ക് ഡൗൺ ചെയ്യുന്നുമുണ്ട്. ഈ ഡാർക്ക് വെബ് വഴി സിന്തറ്റിക് ഡ്രഗ്സ് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതും അതെങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നതെന്നും ഞാൻ തിയററ്റിക്കലി പറഞ്ഞു തരാം. ആദ്യം ബയ്യർ അവർക്ക് വേണ്ട ഡ്രഗ്സ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി, നെറ്റ് വെയിറ്റ് ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബിറ്റ്കോയിൻ, മോണേറോ പോലുള്ള ക്രിപ്റ്റോ കറൻസി വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യും. ബയ്യറും സെല്ലറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോൺ മെയിൽ പോലുള്ള മെയിൽ സർവീസ് വഴിയായിരുന്നു നടക്കുന്നത്. ഓർഡർ പ്ലേസ് ആയ പിന്നെ ഇതിൻ്റെ ഡെലിവറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയും ലാബിലും വെച്ചിട്ട് സെല്ലർ ഒരു ഇലക്ട്രോണിക് ഡിവൈസിലോ ഒരു ഡ്രസ്സിലോ ബുക്കിലോ അങ്ങനെ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യും, ഈ ഒരു ഡ്രഗ്സ് ഹൈഡ് ചെയ്തിട്ട് വാക്യൂംസീൽ ചെയ്ത് ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് പാർസൽ അല്ലെങ്കിൽ കൊറിയർ സർവീസ് വഴി ഡെലിവറി ചെയ്യും. സ്വാഭാവികമായും ഇതൊരു ജെന്യൂൻ പ്രൊഡക്റ്റ് ആണെന്ന് ഈ ഒരു പാർസൽ കൊറിയർ സർവീസ് പ്രൊവൈഡേഴ്സ് കരുതും. കാരണം ഡ്രഗ്സ് ഈ ഒരു വാക്യൂം സീലിംഗ് അതുപോലെ തന്നെ എയർ ടൈപ്പ് പാക്കേജസിലൂടെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തിനു പറയണം, നമ്മൾ ഈ സ്നിഫർ ഡോഗ്സിന് പോലും ഇതിൻ്റെ സ്മെല്ല് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫിനോ ഇത് വീട്ടുമുറ്റത്തെത്തുന്ന സമയത്ത് വീട്ടിലുള്ള പേരൻസിനോ ഇതിങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ സ്നൈപ്പേഴ്സ്, മെഷീൻ ഗൺസ് പോലുള്ള ആയുധങ്ങളൊക്കെ ഇതുപോലെയാണ് അവർ ഡെലിവറി ചെയ്യുന്നത്. ഒരിക്കലും ഒരു ഗണ്ണ് ഫുള്ളായിട്ട് അവരെന്ത് ചെയ്യില്ല, ഡെലിവറി ചെയ്യില്ല. ഗൺസിൻ്റെ ഓരോ ചെറിയ ചെറിയ പാർട്സ് ഓരോ തവണയായിട്ട് കൊറിയർ ചെയ്തിട്ട് പിന്നെ അതെല്ലാം ഒരുമിച്ച് എന്ത് ചെയ്യും, അസംബിൾ ചെയ്തെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഹ്യൂമൻ ഹാർവെസ്റ്റിംഗ്, മനുഷ്യാവയവ കച്ചവടം ഒക്കെ ഡാർക്ക് വെബ് വഴി നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ടാണ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യുദ്ധങ്ങളുടെ മറവിലൊക്കെ ഒരുപാട് വാർ ക്രൈംസ് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഹ്യൂമൻ ട്രാഫിക്കിങ്, ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷന്, വുമൺ എക്സ്പ്ലോയിറ്റേഷന്, മനുഷ്യാവയവങ്ങളുടെ കടത്ത്, അങ്ങനെ പല ക്രൈംസും വിപണിയിൽ എത്തിച്ചേരുന്നത് ഇതുപോലുള്ള ഡാർക്ക് വെബ് മാർക്കറ്റ് പ്ലേസുകളിലാണ്. അപ്പോൾ ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഒരാൾക്കൊരു സ്മാർട്ട് ഫോണും ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നിസ്സാരമായിട്ട് ടോർ ബ്രൗസർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡാർക്ക് വെബ് ആക്സസ് ചെയ്തിട്ട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യാം, ആരും ട്രാക്ക് ചെയ്യില്ല എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ വെറുതെയാണ്. ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് വേൾഡ് വൈഡ് ആയിട്ട് ക്ലോസ് മോണിറ്ററിങ് ഡാർക്ക് വെബിൽ നടത്തുന്നുണ്ട്. പിന്നെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ ഡാർക്ക് വെബ് ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസ് തന്നെ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഒരു അവയർനെസ് ആയിട്ട് മാത്രം എടുക്കുക.